കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ടായെന്ന ആന്റണി രാജു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. രാഷ്ട്രീയ പ്രേരിതമായ കേസാണിത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയതെന്ന് ആന്റണി രാജു. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവുമില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, കോടതി കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോഴും ആന്റണി രാജു പറയുന്നത് താൻ നിരപരാധിയാണ്, താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തുടുക്കപ്പെട്ട ഈ കേസ് വീണ്ടും പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് പറയുന്നത് ആന്റണി രാജു. എന്താണ് അദ്ദേഹം പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനൊപ്പമുണ്ടായിരുന്ന ജോസ്, അന്നത്തെ ക്ലർക്കിനെയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ നിർണായകമായ ഒരു ഉത്തരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ആന്റണി രാജുവും അതോടൊപ്പം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ ജോസും കോടതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. 2:45 ഉത്തരവ് പറയുമെന്നാണ് ജഡ്ജി പറഞ്ഞിരുന്നത്. പക്ഷേ ജഡ്ജി ഇതുവരെയും കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. ഈ ഓർഡർ എന്ന് പറയുന്നത് ഈ IPC 409 ആ വകുപ്പ് എന്ന് പറയുന്നത് പരമാവധി 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ആ വകുപ്പ് പ്രകാരം ശിക്ഷ വിധിക്കുന്നതിന് ഇപ്പോഴത്തെ കോടതി, നെടുമങ്ങാട്ടെ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ വിധി പറയുന്നത് തിരുവനന്തപുരത്തെ CJN കോടതിയിലേക്ക് മാറ്റണമെന്ന് പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയുമേൽ വിശദമായ വാദം കേട്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ ആ വിധി പറയും. എന്തായാലും അപ്പോൾ മാത്രമാണ് ഇതിൽ എത്രത്തോളം ശിക്ഷയാണ് എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോടതി തീരുമാനിക്കുകയാണ് ഈ കോടതിയുടെ അധികാര പരിധിയിലുള്ള അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാൻ പറ്റുന്ന വകുപ്പുകളിൽ ശിക്ഷിക്കാം എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി അതിന്റെ ഒരു കാര്യം പറയും. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച IPC 409 ആ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ മേൽക്കോടതി CJN കോടതി നിശ്ചയിക്കട്ടെ എന്നുള്ളതാണെങ്കിൽ അതിൽ പിന്നീട് വിധി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാം. അതെല്ലാം മറിച്ച് ഈ കോടതി ആവശ്യമെങ്കിൽ തീരുമാനിക്കാം എല്ലാ വകുപ്പുകളിലുമുള്ള ശിക്ഷ CJN കോടതി നിശ്ചയിക്കട്ടെ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യില്ല, മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി മാറ്റിവെക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ MLA സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം ആന്റണി രാജു അയോഗ്യനാക്കപ്പെടുമോ എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിച്ചാൽ അയാൾ അപ്പോൾ തന്നെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടാം. അപ്പോൾ ഇന്ന് കോടതി ഇപ്പോഴുള്ള നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിലുള്ള വകുപ്പുകൾ പ്രകാരം 2 വർഷത്തിന് മുകളിൽ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അപ്പോൾ തന്നെ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. അത് മറിച്ച് അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ മറ്റ് കോടതി CJN കോടതിയുടെ വിധിക്കായി കാത്തിരിക്കേണ്ടി വരും. ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണ് ഇപ്പോഴത്തെ കോടതി വിധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം വാങ്ങി പോവുകയും ചെയ്യാം. പിന്നീട് മറ്റ് വകുപ്പുകളിലുള്ള ശിക്ഷാവിധിക്കായി കാത്തിരിക്കേണ്ടി വരും. അതിൽ എന്ത് തീരുമാനമാണ് കോടതി എടുക്കുന്നതെന്നുള്ളത് അല്പസമയത്തിനുണ്ടാകാൻ തന്നെ അറിയാം. ഇപ്പോൾ ഉടൻ തന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി റൂബി ഇസ്മായിൽ കോടതിയിലെത്തും. അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു ഉത്തരവ് പറയുക. സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന് കോടതി ശിക്ഷ വിധിക്കുകയാണ് എങ്കിൽ MLA പദവി നഷ്ടമാകും. ജനപ്രാതിനിധ്യ നിയമത്തിലെ 8/3 വകുപ്പ് ബാധകമാണ് ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ. അതോടുകൂടി ജനപ്രാതിനിധ്യ നിയമത്തിലെ 8/3 വകുപ്പ് പ്രകാരം
പ്രകാരം ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് തെളിഞ്ഞ കുറ്റങ്ങൾ, വകുപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വ്യാജ തെളിവ് ഉണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ വഞ്ചന എന്നിവയാണ് തെളിഞ്ഞ വകുപ്പുകൾ എന്ന് പറയുന്നത്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണ് ലഭിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജാമ്യം ലഭിച്ച് അദ്ദേഹത്തിന് ഇന്ന് പോകാൻ കഴിയും. പക്ഷേ കോടതി ഏത് തലത്തിലായിരിക്കും, പ്രത്യേകിച്ച് 34 വർഷത്തിന് ശേഷം വിധി വരുന്ന ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവത്തോടുകൂടെയാണ് കോടതിയും ഈ ഒരു കേസിനെ കാണുന്നത്. അപ്പോൾ ഈ ശിക്ഷ വിധിക്കുന്നത് ഏത് തലത്തിലായിരിക്കും? ഒരു പക്ഷേ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ അദ്ദേഹത്തിന്? സൂചിപ്പിച്ചതുപോലെ 3 വർഷത്തിൽ താഴെയാണ്, 3 വർഷം വരെയാണ് ശിക്ഷ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ജാമ്യം ലഭിക്കും. ശിക്ഷാവിധിക്കായി ആന്റണി രാജുവും അതോടൊപ്പം തന്നെ ജോസും കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് പോവുക. പരമാവധി 3 വർഷത്തിൽ ആണ് ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോയാലാണ് ജാമ്യം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരിക. ഇനി അതിൽ